ഹലോ, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നാരങ്ങാച്ചാറാണ്. അപ്പോൾ ഇത് നമ്മൾ സദ്യയുടെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കുന്ന നാരങ്ങാച്ചാറ് ഇതേ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും കയ്പ്പുണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഈ രീതിയിൽ നമ്മൾ നാരങ്ങാച്ചാർ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കി അതേ ദിവസം തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. അതിനായി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി. ഇത് അത്യാവശ്യം വലുപ്പമുള്ള സൈസ് വെളുത്തുള്ളിയാണ്, അപ്പോൾ അത് ഞാൻ കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. 1 ടീസ്പൂൺ ശർക്കര, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുകെണ്ണയും ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഉലുവ പൊട്ടിച്ചെടുക്കുകയാണ്. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാനിവിടെ അച്ചാറിനായി ഉപയോഗിക്കുന്നത് നേരത്തെ ഉപ്പിലിട്ട് വെച്ച ചെറുനാരങ്ങയാണ്. ഇതിപ്പോൾ ഞാൻ 2 ആഴ്ചത്തോളം ഉപ്പിലിട്ട് വെച്ച നാരങ്ങയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെയും ഇതുണ്ടാക്കി നോക്കാം, പക്ഷേ ഇങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇവ കരിഞ്ഞു പോകാനിടയുണ്ട്. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ച ചെറുനാരങ്ങ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ച ചെറുനാരങ്ങയാണ്, അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നന്നായി തീ കുറച്ച് വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ചൂടുവെള്ളവും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അത് കൂടുതൽ കാലം സൂക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വെള്ളം ഉപയോഗിക്കുകയേ ചെയ്യരുത് അച്ചാറിന്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കുന്ന അച്ചാറാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ശർക്കരയും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിനാഗിരി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യം അധികം വരില്ല, കാരണം നമ്മൾ ഉപ്പിലിട്ട് വെച്ച നാരങ്ങ ആയതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് തിള വരുന്നത് വരെ നമുക്ക് നോക്കാം. തിള വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. മറ്റ് അച്ചാറുകളാകുമ്പോൾ നമ്മൾ 2 ദിവസമെങ്കിലും മിനിമം നമ്മൾ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.